പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബഡാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബഡാ സാബ് നിന്നെ ഈഞ്ച പരിവാക്കും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. तू चोर है? Yes, I am चोर. No कन्नी. अच्छा. अचार एंगे अचार. चोर. कोई मांगे. चोर. चोर तो दूरे गुंडे बच्चे कने. चोर. ओरे पुले चोरे. चोर चोरे. പതുക്കെ. ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ഇതിവിടെ ഇരിപ്പണ്ട. എടാ, നീ അറിഞ്ഞാ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ? അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും ഇടിയാ, അല്ല ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ? चार? ചാർ ചാർ. ദേ പിന്നെ ഇതാണ്. ഇതെന്താണോ? 1 2 3 4 6 5 6. പേटे की कोट है. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈകഴുകു. അത് ഇത് തിന്നാനായിട്ട്. ഇവിടെ അറക്കമില്ല വല്ലോണ്ട് ഒന്ന് അറപ്പിക്കാൻ. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ 2 പണയൊരുപ്പടികൾ. പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്, നല്ല പിള്ളേരാ. ചപ്പാത്തിക്ക് അച്ചാറാ? ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ? വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്? അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ, പൊട്ടനാ. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. തിന്നെടുത്തോടാ. കൊടുത്തോ, മിണങ്ങിക്കോ. അതുപോലെ മൂണുങ്ങ്. ഹോർലിക്സിൽ ബോൺവിറ്റ അലക്കി കൊടുക്കാൻ. എല്ലാം 2 പ്ലേറ്റ് എടുത്തോട്ടാ. എന്റേടാ അത്? തിന്നോ. ഇതാണോ താൻ പറഞ്ഞ മാം സാബ്? ഇതും ഒരു മാം സാബ് തന്നെ. ഞാൻ പറഞ്ഞത് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്. തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ.